മെലൂഹയിലെ ചിരഞ്ജീവികൾ ഭാഗം 8 ദേവപാനീയം തുടരുന്നു. ആശയപരമായി നോക്കുമ്പോൾ സോമരസത്തിൻ്റെ പ്രവർത്തന പ്രക്രിയ എത്ര ലളിതമാണെന്നോ ബൃഹസ്പതി പറഞ്ഞു. ഈ ആശയത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നത് മിക്കവാറും അസാധ്യമായ ലക്ഷ്യം. ബ്രഹ്മദേവന്റെ പ്രതിഭാവിലാസമാണത്. ജയ് ശ്രീ ബ്രഹ്മ. ജയ് ശ്രീ ബ്രഹ്മ. ശിവനും കനകഹാലയും നന്ദിയും അത് ഏറ്റുചൊല്ലി. ഈ ഔഷധം നാടകീയമാംവിധം വാർദ്ധക്യത്തെ സാവധാനത്തിലാക്കുന്നതെങ്ങനെയെന്നു മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മെ ജീവനോടെ നിലനിർത്തുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ബൃഹസ്പതി പറഞ്ഞു. ആ വസ്തുവില്ലാതെ നമുക്കാർക്കും ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്നത് മൗലികമായ തത്വം. ബൃഹസ്പതിയുടെ വിശദീകരണത്തിനു കാതോർത്ത് ശിവൻ അദ്ദേഹത്തെ ഉറ്റുനോക്കി. അടിസ്ഥാനപരമായ ആ വസ്തുവാണ് ഊർജം. ബൃഹസ്പതി വിശദീകരിച്ചു. നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നാം ഊർജം ഉപയോഗിക്കുന്നു. ഇതുപോലൊരു ആശയം ഞങ്ങളുടെ ആളുകൾക്കിടയിലുമുണ്ട്. ശിവൻ പറഞ്ഞു. ഞങ്ങളതിനെ ശക്തി എന്ന് വിളിക്കുന്നു എന്നതാണ് ഒരു വ്യത്യാസം. ശക്തി? അത്ഭുതാധീനനായിക്കൊണ്ട് ബൃഹസ്പതി ചോദിച്ചു. കൗതുകകരം. നിരവധി നൂറ്റാണ്ടുകളായി ഊർജത്തെ വിശേഷിപ്പിക്കുവാൻ ആ പദം ഉപയോഗിച്ചിരുന്നില്ല. ഭാരതത്തിലെ ജനങ്ങളുടെ പൂർവികന്മാരായ പാണ്ഡ്യന്മാർ പ്രയോഗിച്ചിരുന്ന പദമാണത്. നിങ്ങളുടെ ഗോത്രത്തിൻ്റെ ഉത്ഭവം എവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ വംശപരമ്പര? എനിക്കക്കാര്യത്തിൽ ഉറപ്പില്ല. എങ്കിലും ഞങ്ങളുടെ ഗോത്രത്തിൽ ഒരു വൃദ്ധയുണ്ട്. ഞങ്ങളുടെ ചരിത്രം അറിയാമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ അവർ ദേവഗിരിയിലേക്ക് വരുമ്പോൾ നമുക്ക് ചോദിക്കാം. നമുക്കത് ചോദിച്ചറിയാം. ബൃഹസ്പതി പുഞ്ചിരിച്ചു. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഊർജമില്ലാതെ നമ്മുടെ ശരീരത്തിന് ഒന്നും ചെയ്യാനാവില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഊർജം എവിടെ നിന്ന് വരുന്നു? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന്. അല്പം സന്ദേഹത്തോടെ നന്ദി പറഞ്ഞു. ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം അവൻ ആർജിച്ചുകൊണ്ടിരുന്നു. പൂർണ്ണമായും ശരിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഊർജം അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ചെലവഴിക്കാം. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തപ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത്. എങ്കിലും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഊർജം ലഭിക്കണമെന്നില്ല. മനുഷ്യ ശരീരത്തിനകത്തുള്ള എന്തോ ഒന്ന് നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഊർജം ഭക്ഷണത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. തീർച്ചയായും, ശിവൻ സമ്മതിച്ചു. നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വായുവാണ് ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റുന്നത്. ബൃഹസ്പതി തുടർന്നു. വായുവിൽ മറ്റു പല വാതകങ്ങളുമുണ്ട്. പ്രാണവായു എന്നത് അതിൽ ഒരു ഘടകത്തിൻ്റെ പേര്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി ചേർന്ന് പ്രവർത്തിച്ച് അത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്ക് അത് ലഭിച്ചില്ലെങ്കിൽ ഊർജം ചോർന്ന് ക്ഷീണിതമായി നമ്മൾ മരിച്ചു പോകും. ഈ പ്രക്രിയയാണല്ലോ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്, ശിവൻ പറഞ്ഞു. പക്ഷേ ഈ ഔഷധത്തിൻ്റെ പ്രവർത്തനം എന്താണ്? വാർദ്ധക്യത്തിനും തളർച്ചയ്ക്കും അതിലൂടെ മരണത്തിനും കാരണമാകുന്ന ഘടകങ്ങളിലല്ലേ ഈ ഔഷധം പ്രവർത്തിക്കേണ്ടത്? ബൃഹസ്പതി ചിരിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മുടെ വാർദ്ധക്യവുമായി ചില ബന്ധങ്ങളുണ്ട്. പ്രകൃതിക്ക് നർമ്മബോധമുണ്ടെന്നാണ് നമുക്കത് കാണിച്ചു തരുന്നത്. നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ആ വസ്തു തന്നെയാണ് നമുക്ക് പ്രായം വർദ്ധിപ്പിക്കുന്നതും മരണകാരണമാകുന്നതും. ഊർജം നിർമ്മിക്കുവാനായി പ്രാണവായു പ്രതിപ്രവർത്തനം നടത്തുമ്പോൾ സ്വതന്ത്രമായ ചില ധാതുക്കളെ അത് പുറത്തുവിടുന്നു. ജ്വലനകാരികൾ എന്നാണിവ പറയപ്പെടുന്നത്. ഈ ജ്വലനകാരികൾ വിഷമുള്ളവയാണ്. ഏതെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ പുറത്തു വെച്ചാൽ അത് ചീഞ്ഞഴുകി പുളിക്കുന്നതിനുള്ള ഹേതു ഇതൊക്കെയാണ്. ഇതേ പ്രക്രിയ തന്നെയാണ് ലോഹങ്ങൾ തുരുമ്പെടുക്കുന്നതിനും കാരണമാകുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഈയിടെ കണ്ടുപിടിച്ച ഇരുമ്പിനെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. പ്രാണവായു ശ്വസിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിനും ഈ പ്രക്രിയ സംഭവിക്കുന്നുണ്ട്. പ്രാണവായു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഊർജ്ജലമാക്കി മാറ്റുന്നു. അതേസമയം വിഷമൂലകങ്ങളെയും അത് ഉൽപ്പാദിപ്പിക്കുന്നു. അവ നമ്മുടെ ശരീരത്തിനകത്ത് പ്രതിപ്രവർത്തനം നടത്തുന്നു. അകത്തുനിന്നും നമ്മൾ തുരുമ്പെടുക്കുകയും ക്രമേണ വാർദ്ധക്യം ബാധിക്കുകയും അവസാനം മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. വിശുദ്ധനായ അഗ്നിദേവ, നന്ദി ഉച്ചത്തിൽ പറഞ്ഞു.
നമുക്ക് ജീവൻ തരുന്ന വസ്തു തന്നെയാണോ സാവധാനം നമ്മെ കൊല്ലുന്നതും? അതെ, ബൃഹസ്പതി പറഞ്ഞു. ആലോചിച്ചു നോക്കൂ. അതിജീവനത്തിനായി നമ്മുടെ ശരീരം പുറം ലോകത്ത് ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും ആർജിച്ച് ശരീരത്തിൽ സൂക്ഷിക്കുന്നു. ഭക്ഷണമില്ലെങ്കിലും കുറച്ചു ദിവസം ജീവൻ നിലനിർത്തുവാൻ അത് സഹായിക്കുന്നു. ജലം ശേഖരിച്ചു വെച്ചിരിക്കുന്നതിനാൽ കുറച്ചു ദിവസത്തെ ദാഹം കൊണ്ടൊന്നും നാം മരിച്ചു പോവുകയില്ല. അത് യുക്തിഭദ്രമാണ്, ശരിയല്ലേ? നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദൗർലഭ്യം നേരിടുന്നതിനായി അത്തരം സാധനങ്ങൾ അത് സൂക്ഷിച്ചു വയ്ക്കും. തീർച്ചയായും ശിവൻ അത് അംഗീകരിച്ചു. നേരെ മറിച്ച് ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ പ്രാണവായു അതിനു ശേഖരിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല. കുറച്ചു നിമിഷത്തേക്കു മാത്രം ആവശ്യമായ പ്രാണവായു മാത്രമേ ശേഖരിച്ചു വയ്ക്കുവാൻ ശരീരത്തിന് സാധിക്കുകയുള്ളൂ. അത് ഒട്ടും ബുദ്ധിപരമായ ഒന്നല്ല. പ്രാണവായു മൃതസഞ്ജീവനി തന്നെയെന്ന് അറിയുമ്പോഴും അതൊരു വിഷദ്രവ്യമെന്ന കാര്യം ശരീരം തിരിച്ചറിയുന്നു എന്നതാണ് അതിനുള്ള വിശദീകരണം. അതുകൊണ്ട് അത് ശേഖരിച്ചു വെക്കുന്നത് അപായകരമാണ്. അതിന് ബ്രഹ്മദേവൻ എന്താണ് ചെയ്തത്? ശിവൻ ചോദിച്ചു. നിരവധി ഗവേഷണങ്ങൾക്കു ശേഷം ബ്രഹ്മദേവൻ സോമരസം കണ്ടുപിടിച്ചു. അത് സേവിച്ചു കഴിഞ്ഞാൽ ജ്വലനകാരികളായി പ്രതിപ്രവർത്തിച്ച് ശരീരം അവയെ വിയർപ്പും മൂത്രവും ഒക്കെയായി പുറന്തള്ളും. സോമരസം മൂലം ശരീരത്തിൽ ജ്വലനകാരികൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണോ ആദ്യമായി സോമരസം കഴിച്ച മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും പുറത്തുവരുന്ന വിയർപ്പ് വിഷമാണെന്ന് പറയുന്നത്? അതെ, താങ്കൾ ആദ്യമായി സോമരസം കഴിച്ച ആളാണെങ്കിൽ താങ്കളുടെ വിയർപ്പ് അപകടകരമാണ്. വർഷങ്ങളായി സോമരസം കഴിക്കുന്ന ആളാണെങ്കിൽ പോലും അയാളുടെ ശരീരത്തിൽ നിന്നും പുറത്തുവരുന്ന വിയർപ്പും മൂത്രവും വിഷൽപ്പിതമായിരിക്കും. അതുകൊണ്ട് അത് ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നവയെന്നും മറ്റാരെയും അത് ബാധിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണോ മെലൂഹന്മാർ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധിക്കുന്നത്? അതെ, അതുകൊണ്ടാണ് ശൈശവം മുതലേ മെലൂഹന്മാരെ രണ്ടു കാര്യം പഠിപ്പിക്കുന്നത്: ജലം, ശുചിത്വം എന്നിവയെക്കുറിച്ച്. സോമരസം പ്രതിപ്രവർത്തിച്ച് ശരീരം വഴി പുറന്തള്ളുന്ന വിഷമാലിന്യങ്ങളെ എളുപ്പത്തിൽ അലിയിച്ചെടുക്കുന്ന ദ്രാവകമാണ് ജലം. ധാരാളം വെള്ളം കുടിക്കണമെന്നാണ് മെലൂഹന്മാരെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. കഴുകിക്കളയാൻ പറ്റുന്നതെല്ലാം കഴുകിക്കളയണം. മെലൂഹന്മാർ ദിനം പ്രതി 2 തവണയെങ്കിലും കുളിക്കും. പ്രത്യേകം തയ്യാറാക്കിയ കുളിമുറിയിലാണ് ശരീരശുദ്ധി വരുത്തുന്നത്. ഭൂമിക്കടിയിലൂടെയുള്ള അഴുക്കുചാലുകൾ, മാലിന്യങ്ങൾ നഗരത്തിന് പുറത്തേക്ക് സുരക്ഷിതമായി ഒഴുക്കിക്കൊണ്ടുപോകുന്നു. കണിശമായ ശുചിത്വ നിലവാരം. കാശ്മീരിലെ തൻ്റെ ആദ്യത്തെ ദിവസവും ആയുർവേദിയുടെ കടുത്ത വാക്കുകളും ഓർത്തുകൊണ്ട് ശിവൻ പുഞ്ചിരിച്ചു. ഈ സോമരസം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? സോമരസം ഉൽപ്പാദിപ്പിക്കുന്നതിന് വിഷമതകൾ ഇല്ലാതൊന്നുമില്ല. അതിനനുസൃതമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഒട്ടും സുലഭമല്ലാത്ത ചേരുവകളാണ് അതിന് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് സഞ്ജീവനി വൃക്ഷം. രാജ്യത്ത് ഈ വൃക്ഷം വളർത്തിയെടുക്കുന്ന നിരവധി വലിയ തോട്ടങ്ങളുണ്ട്. ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ വൻതോതിലുള്ള ഉഷ്ണം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മിശ്രിതത്തെ മിതോഷ്ണത്തിൽ നിലനിർത്തുവാൻ ഒട്ടനവധി ജലം ആവശ്യമുണ്ട്. സഞ്ജീവനി വൃക്ഷത്തിൻ്റെ ശാഖകൾ സരസ്വതീ നദിയിലെ ജലവുമായി ചേർത്ത് അരച്ചെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കുന്നത്. മറ്റു സ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ഇക്കാര്യത്തിൽ പ്രയോജനരഹിതമാണ്. ഇത് കടഞ്ഞെടുക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദമാണോ ഞാൻ എപ്പോഴും കേൾക്കുന്നത്? അതുതന്നെ. ഈ പർവ്വതത്തിൻ്റെ അടിവാരത്ത് വലിയൊരു നിലവറയുണ്ട്. അവിടെ വലിയ കടച്ചിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നു. സങ്കീർണമായ തോടുകൾ വഴിയാണ് സരസ്വതീ നദിയിലെ ജലം ഈ നിലവറകളിൽ എത്തിക്കുന്നത്. ഈ നിലവറയിൽ വലിയൊരു കുളമുണ്ടാക്കി അവിടെയാണ് ഇത് ശേഖരിച്ചു വെക്കുന്നത്. ഞങ്ങൾ ഈ ജലാശയത്തെ സാഗരം എന്നാണ് വാത്സല്യപൂർവ്വം വിശേഷിപ്പിക്കുന്നത്. സാഗരം, മഹാസമുദ്രം. ഒരു ജലാശയത്തിനെ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണോ? ശിവൻ അത്ഭുതത്തോടെ ചോദിച്ചു. അനന്തമായ ജലപ്പരപ്പിനെക്കുറിച്ചുള്ള, സാഗരത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് അല്പം അത്യുക്തിയാണ്. ബൃഹസ്പതി മന്ദസ്മിതം തൂകിക്കൊണ്ട് അത് അംഗീകരിച്ചു. പക്ഷേ ആ ജലാശയത്തിൻ്റെ വലിപ്പം കണ്ടാൽ ഞങ്ങൾ പറഞ്ഞതിൽ അത്ര കാര്യമില്ലായ്കയില്ല എന്ന് താങ്കൾക്ക് തോന്നും. ആട്ടെ, എനിക്ക് ആ സൗകര്യങ്ങൾ മുഴുവനും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇന്നലെ ഇവിടെ എത്തുമ്പോൾ രാത്രിയായി കഴിഞ്ഞതിനാൽ ഈ പർവ്വതം ശരിക്കും കാണാൻ എനിക്ക് സാധിച്ചില്ല. ഉച്ചയൂണിന് ശേഷം ഞാൻ താങ്കളെ ഈ പ്രദേശം ചുറ്റി നടന്നു കാണിക്കാം.
ബൃഹസ്പതി പറഞ്ഞു. മറുപടിയായി ശിവൻ പുഞ്ചിരിച്ചു. അവൻ എന്തോ പറയാൻ തുടങ്ങിയതായിരുന്നു. എങ്കിലും കനകഹാലയുടെയും നന്ദിയുടെയും മുഖത്ത് നോക്കിയപ്പോൾ അവൻ പെട്ടെന്ന് അത് വേണ്ടെന്ന് വെച്ചു. ബൃഹസ്പതി ആ സന്ദേഹം ശ്രദ്ധിച്ചു. ശിവനെന്തോ ചോദിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ കനകഹാലയുടെയും നന്ദിയുടെയും മുന്നിൽ വെച്ച് അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അദ്ദേഹത്തിന് തോന്നി. ആ 2 പേരോടുമായി ബൃഹസ്പതി ഇങ്ങനെ പറഞ്ഞു: ശിവന് എന്തോ ചോദിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. ദയവായി നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കണമെന്നു ഞാൻ അപേക്ഷിക്കട്ടെയോ? ബൃഹസ്പതി വലിയ തോതിലുള്ള ആദരവ് നേടിയിരുന്ന ആളായിരുന്നു എന്നതിൻ്റെ ഫലമായിരിക്കാം കനകഹാല പൊടുന്നനെ എഴുന്നേറ്റ് ഔപചാരികമായ നമസ്തേക്ക് ശേഷം പുറത്തേക്കിറങ്ങി. നന്ദിയും അവരെ പിന്തുടർന്നു. ബൃഹസ്പതി ശിവനെ നോക്കി പുഞ്ചിരിച്ചു. യഥാർത്ഥത്തിൽ താങ്കൾ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യം എന്താണ് ഇനിയും ചോദിക്കാത്തത്?